യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മേ നിർത്ത്. നിനക്ക് ഭ്രാന്തായോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. നിനക്ക് അമ്മയെ വേണോ വേണ്ടെന്ന് ഇപ്പൊ തീരുമാനിക്കാം. ഒന്നു മാത്രം പറഞ്ഞേക്കാം, സ്വന്തം മകളുടെ കല്യാണം ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടല്ല നടത്തേണ്ടത്. അതിന് കല്യാണം നടന്നില്ലല്ലോ. പിന്നെ സ്വന്തം മകളുടെ കാര്യം, ഒരു മകൻ എങ്ങനെയാണ് പെണ്ണ് കെട്ടിയതെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാവും അവൻ പോലും അറിയാതെ ഈ ചടങ്ങ് നടത്തിയത്. അവനെ അറിയിക്കാൻ അവനിവിടെ വേണ്ടേ? ഒന്ന് ഫോൺ ചെയ്താൽ പോലും അവൻ എടുക്കാൻ സമയമില്ല. അച്ഛൻ വീട്ടിൽ അടയിരിക്കാൻ നേരമുണ്ട്. അളിയ, ഞങ്ങൾ ചെയ്തത് ശരിയാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ അളിന് ബോധ്യമാവും. ഇല്ലെങ്കിൽ അളിനെ തല്ലിക്കോ? ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് കൂടുതൽ ന്യായീകരണമൊന്നും വേണ്ട. ഞാൻ ഈ വീട്ടിൽ ആരാണെന്നും എന്താണ് എന്റെ റോൾ എന്നും എനിക്കറിയണം. എന്നിട്ട് ആലോചിക്കാം ഈ കല്യാണം നടക്കണോ വേണ്ടയോന്ന്. അമ്പേ, നീ സമാധാനപ്പെടമ്പേ. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടക്കൂ. എന്തതി? ഭരതേട്ടൻ എവിടാ? ഞാൻ വീട്ടിലുണ്ട്. എന്തേ? എനിക്ക് അത്യാവശ്യമായിട്ട് ഭരതേട്ടനെ ഒന്ന് കാണണം. എന്തു പറ്റി? സീരിയസ് ആണോ? അതെ, സീരിയസാ. ഉടനെ കാണണം. എന്താ എന്തതി? താൻ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. എനിക്ക് പേടിയാവുന്നു ഭരതേട്ട. അതുകൊണ്ടൊന്ന് വേഗം വരാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരാം. അത് വേണ്ട, ഞാൻ വരാം. എവിടെ വരും? ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാം. ശരി ശരി. അരുന്ധതിക്ക് ഇത് എന്തു പറ്റി? സംസാരത്തിൽ തന്നെ എന്തോ പന്തികളുണ്ടല്ലോ. ഇനി ആൻറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണോ? എന്തായാലും പോയി നോക്കാം. എന്താ എന്തതി? എന്തു പറ്റി? ആന്റി വീണ്ടും വലിയ പ്രശ്നം ഉണ്ടാക്കിയോ? അല്ലെങ്കിൽ ഞാനിപ്പോ കാണണമെന്ന് പറയില്ലല്ലോ. ഇപ്പൊ എന്താ ഉണ്ടായത്? വേറൊരു കൂട്ടര് ഇന്നലെ പെണ്ണ് കാണാൻ വന്നിരുന്നു. ഇതാണ് പ്രശ്നം. അതിനിപ്പോ എന്താ? കാണേണ്ടവർ ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. താൻ എസ് പറയാണ്ടിരുന്നാ പോരെ? എന്നാലും ഇപ്പൊ അങ്ങനെയല്ല, സംഗതി സീരിയസാ. മനസ്സിലായില്ല. ദേ ഇത് കണ്ടോ? വന്ന പയ്യന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പയ്യന്റെ അമ്മ ഇട്ട വളയാ ഇത്. എടോ, വളയിടാൻ താനെന്തിനാ കൈ കാണിച്ചു കൊടുത്തേ? ഭരതേട്ടന് പറയാം. പക്ഷെ അപ്പോഴത്തെ എന്റെ അവസ്ഥ എന്തായിരുന്നു ഭരതേട്ടന് അറിയോ? എന്തവസ്ഥയിലായിരുന്നാലും തന്റെ സമ്മതമില്ലാതെ തന്റെ കയ്യിൽ എങ്ങനെ വളയിടുന്നത്? അഥവാ നിർബന്ധിച്ചാലും തനിക്ക് ഊരിക്കളയായിരുന്നില്ലേ? ഞാൻ ഊരിക്കളഞ്ഞ വള തന്നെയാ വീണ്ടും എന്റെ കയ്യിലേക്ക് ഇടേണ്ടി വന്നത്. എന്ത് എന്റെ വീട്ടിൽ നടന്നെന്ന് ഭരതേട്ടന് അറിയോ?
ഏട്ടാ കരയാതെ, ഞാനെല്ലാം കേട്ടു. ഏട്ടാ ഞാൻ എന്താ വേണ്ട? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഭർത്തേട്ടനെ ഇതുവരെ കൊണ്ടെത്തിച്ചത് അമ്മയാ. ഏട്ടനറിയോ, ഒരിക്കൽ പോലും ഭർത്തേട്ടൻ എന്നോട് ഇഷ്ടമോ പ്രണയോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എല്ലാം അമ്മ തന്നെ സ്വയം ഉണ്ടാക്കി പറഞ്ഞ കഥകളാ. ഇതിപ്പോ 2 തവണയാ എന്റെ മുറിയില് അമ്മ ഞങ്ങളെ പൂട്ടിയിട്ടത്. അതിനുശേഷം ഞങ്ങള് തമ്മില്. അതെ അബി, ഒരിക്കൽ പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ആന്റി എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നിന്നെ കാണാൻ വന്ന പയ്യൻ നിന്നോട് സംസാരിച്ചോ? ഇല്ലേട്ടാ, ഒന്നും സംസാരിച്ചില്ല. എന്തിന്? ഞാൻ വീട്ടിൽ നിന്ന് വേഷത്തില്ല അമ്മ എന്നെ കൊണ്ടുപോയി അവരുടെ മുന്നിൽ നിർത്തിയത്. ഓ, അപ്പൊ അമ്മയെല്ലാം നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടാ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അതേട്ടാ, അങ്ങനെ തന്നെ സംഭവിച്ച. അച്ഛനെ പോലെ ഒന്നും സംസാരിക്കാൻ അമ്മ അനുവദിച്ചില്ല. എന്താ വന്നവന്റെ പേര്? അതൊന്നും എനിക്കറിയില്ല ഏട്ടാ. എന്നോട് വേറൊന്നും ചോദിച്ചില്ല. ഇഷ്ടമാണോന്ന് പോലും ചോദിച്ചില്ല. ഭരതേ, നീ വീട്ടിലേക്ക് ചെല്ല്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വാ. ഇല്ല വെറുതെ, കല്യാണ ഡേറ്റ് ഒന്നും ഫിക്സ് ആക്കിയിട്ടില്ല. തൽക്കാലം ഒരു പെണ്ണ് കാണൽ ചടങ്ങ്, അത് മാത്രമേ നടന്നിട്ടുള്ളൂ. പയ്യന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ തിരക്കിയില്ല. ഏട്ടന്റെ ഏർപ്പാടല്ലേ, അപ്പം മോശമാവാനൊന്നും വഴിയില്ല. അങ്ങനൊന്നും ഇല്ല. ഞാൻ തീരുമാനിക്കുന്നതേ നടക്കൂ. അതിനെ ചോദ്യം ചെയ്യാനൊന്നും ആരും വരില്ല.